ഗുവാഹത്തി ടെസ്റ്റിൽ ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ ഇന്ത്യക്ക് ദയനീയ തോൽവി. 408 റൺസിനാണ് ദക്ഷിണാഫ്രിക്ക ജയിച്ചത്. രണ്ടാം ഇന്നിംഗ്സിൽ ഇന്ത്യ 140 റൺസിന് ഓൾ ഔട്ടായി. 2 മത്സര പരമ്പര ദക്ഷിണാഫ്രിക്ക തൂത്തുവാരി. രുചീഷ് വി രവീന്ദ്രൻ വിശദാംശങ്ങൾ പങ്കുവയ്ക്കും. രുചീഷ്, ദയനീയ തോൽവിയാണ് ഉണ്ടായിരിക്കുന്നത്. എവിടെയാണ് പിഴച്ചത് ഇന്ത്യക്ക്? സംഗീത, ഇന്ത്യയുടെ ഒരുപക്ഷെ ടെസ്റ്റ് ചരിത്രത്തിലെ ഏറ്റവും മോശം കാലത്തിലൂടെ ഇന്ത്യ സഞ്ചരിക്കുന്നു എന്ന് പറയാം. കാരണം തുടർച്ചയായ 2 പരമ്പരകളാണ് സ്വന്തം നാട്ടിൽ ഇന്ത്യക്ക് ഈ തരത്തിൽ മുഴുവൻ മത്സരങ്ങളിലും തോറ്റ് നഷ്ടപ്പെടുന്നത് എന്ന ഒരു സാഹചര്യത്തിലാണ് എത്തിയിരിക്കുന്നത്. നേരത്തെ ന്യൂസിലൻഡിനോട് 3-0 തോറ്റു. ഇപ്പോൾ ദക്ഷിണാഫ്രിക്കയോട് 2-0 പരമ്പര നഷ്ടമാകുന്നു. ദക്ഷിണാഫ്രിക്കയാകട്ടെ 25 വർഷത്തിന് ശേഷമാണ് ഇന്ത്യയിൽ ഒരു പരമ്പര സ്വന്തമാക്കുന്നത് എന്നത് കൂടിയാണ് ഏറ്റവും എടുത്തു പറയേണ്ടത്. അതായത് സമീപകാലത്ത് പുതിയ പരിശീലകൻ വന്നു, പുതിയ ക്യാപ്റ്റൻ വന്നു. ആ അർത്ഥത്തിൽ ഇന്ത്യ ഒരു മാറ്റത്തിലേക്ക് പോകുന്ന ഒരു ഘട്ടമാണ്. പക്ഷേ ഇന്ത്യൻ ടെസ്റ്റ് ചരിത്രത്തിലെ ഏറ്റവും വലിയ തോൽവി, റൺസിന്റെ അടിസ്ഥാനത്തിൽ ഏറ്റവും വലിയ തോൽവിയാണ് ദക്ഷിണാഫ്രിക്കയോട് ഇന്ന് ഗുവാഹത്തിയിൽ നേരിട്ടത്. നമ്മൾ നേരത്തെ കൊൽക്കത്തയിൽ കണ്ടതിന് സമാനമായി ഗുവാഹത്തിയിലും എല്ലാ തരത്തിലും ദക്ഷിണാഫ്രിക്ക തന്നെ മേൽക്കൈ പുലർത്തുന്നതാണ് ഈ മത്സരത്തിന്റെ തുടക്കം മുതൽ കണ്ടത്. ദക്ഷിണാഫ്രിക്ക ഒരു കൂറ്റൻ സ്കോർ ആദ്യ ഇന്നിംഗ്സിൽ പടുത്തുയർത്തുന്നു. ഇന്ത്യ 201 ഓൾ ഔട്ടാകുന്നു. വലിയ ഒരു ടോട്ടലിലേക്ക് 549 എന്ന വലിയൊരു ടോട്ടലിലേക്ക് ദക്ഷിണാഫ്രിക്ക ഡിക്ലെയർ ചെയ്ത് ഇന്ത്യയെ ബാറ്റിംഗിന് അയക്കുന്നു. അവിടെയും ഇന്ത്യക്ക് പിഴക്കുന്നതാണ് കണ്ടത്. ഇന്ന് 8 വിക്കറ്റുകൾ ബാക്കി നിൽക്കെ ഈ 90 ഓവർ പിടിച്ചു നിൽക്കുക എന്നതായിരുന്നു ഇന്ത്യക്ക് മുന്നിലുണ്ടായിരുന്നത്. പക്ഷേ ഇന്ത്യൻ ബാറ്റർമാരിൽ കാര്യമായി ആരും ഒരു പ്രതിരോധത്തിലേക്ക് നീങ്ങിയില്ല എന്നതാണ് പറയേണ്ടത്. സായ് സുദർശൻ തുടക്കത്തിൽ 14 റൺസ് എടുക്കാൻ 100-ലധികം പന്തുകൾ നേരിട്ട് സായ് സുദർശൻ ഒരു പ്രതിരോധം തീർത്തു. പിന്നീട് രവീന്ദ്ര ജഡേജയുടെ ഒരു പോരാട്ടം, അദ്ദേഹം അർദ്ധ സെഞ്ചുറി രവീന്ദ്ര ജഡേജ നേടുന്നതും കണ്ടു. പക്ഷേ അതിന് അപ്പുറത്തേക്ക് ഒരു പോരാട്ടം ഇന്ത്യൻ ബാറ്റർമാരിൽ നിന്ന് ഉണ്ടായില്ല. വളരെ ദയനീയമായ ഒരു തോൽവി ഇന്ത്യ നേരിട്ടിരിക്കുന്നു. 2-0 ഇന്ത്യ മത്സര പരമ്പര നഷ്ടമായി എന്നത് മാത്രമല്ല, ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിൽ ഇത് ഇന്ത്യക്ക് വലിയ തിരിച്ചടിയാവുകയും ചെയ്യും. സാധാരണഗതിയിൽ ഹോം മത്സരത്തിൽ ഒരു വലിയ മുൻതൂക്കം ഉണ്ടാക്കാൻ ഇന്ത്യക്ക് സാധിക്കുക എന്നതാണ് കഴിഞ്ഞ ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിലൊക്കെ നമ്മൾ കണ്ടത്. പക്ഷേ ഇത്തവണ അത് വലിയ തിരിച്ചടിയാണ് ഇന്ത്യക്ക് ഉണ്ടായിരിക്കുന്നത്. അതോടൊപ്പം ഏറ്റവും എടുത്തു പറയേണ്ടത് ഒരുപക്ഷെ ടെമ്പ ബൗമയുടെ ഒരു പ്രകടനം. കാരണം അദ്ദേഹം ടെസ്റ്റിൽ തുടർച്ചയായി അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ദക്ഷിണാഫ്രിക്ക കാഴ്ചവെക്കുന്ന മികച്ച പ്രകടനം എടുത്തു പറയണം. ഇത്തവണയും അത് 2-0 ജയത്തോടെ 13 മത്സരങ്ങളിൽ 12 ജയം എന്ന അതുല്യ റെക്കോർഡിലാണ് ടെമ്പ ബൗമ ഇപ്പോൾ ഉള്ളത്. എന്തായാലും ഇന്ത്യക്ക് ഒരു നാണം കെട്ട തോൽവി, ഒരു ദയനീയ തോൽവി എന്ന് തന്നെ പറയാം. സംഗീത, തീർച്ചയായും രുചീഷ് വി രവീന്ദ്രനാണ് സ്പോർട്സ് ഡെസ്കിൽ നിന്നും വിശദമായ വിവരങ്ങൾ പങ്കുവച്ചത്.